വസീഫ് എത്തിയിട്ടുണ്ട്. വസീഫിനെ കുതിരപ്പുറത്ത് കയറ്റാൻ പോവാണ് നമ്മൾ. ഓക്കെ, താങ്ക് യു വസീഫ്. വെരി ഗുഡ് മോർണിംഗ്. വസീഫേ, സന്തോഷമുള്ള കാര്യം ആദ്യമേ പറയണ്ടേ? വസീഫിനെ ഈ കുതിരപ്പുറത്ത് ഞാൻ കയറ്റും. അത് വേണ്ട. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഓ, അത് പണ്ട് സ്കൂളിൽ ടൂർ പോയപ്പോ കയറിയതല്ലേ? അടുത്ത് കയറിയോ? ശരി. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കൊണ്ടോട്ടിയിൽ ഇറങ്ങിയപ്പോ ആദ്യം ആൾക്കാർ പറഞ്ഞെന്താണെന്നറിയോ? ഈ കുതിരയെ ഓടിച്ചാലേ ഞാന് കുതിര ഓടിക്കണം. അല്ല, നിങ്ങളെ അങ്ങ് വെച്ചിട്ട് കുതിര ഓടിപ്പിക്കാം. ഞാൻ രണ്ടുപേരെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ താങ്ങൂല, പാവം. അല്ല, വന്നപ്പോഴേ കൊണ്ടോട്ടിക്കാർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവുന്ന. ഞാൻ വന്നത് അങ്ങനെയല്ല. ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം മണ്ഡലമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ കോൺഫിഡൻസോടുകൂടി പൊന്നാനിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതാണ്. പക്ഷെ വസീഫ് വന്നതോടുകൂടി ചിത്രം മാറി എന്ന് കേൾക്കുന്നു. ശരിയാണോ? ഇവർ പറയുന്നത് ചോദിച്ചു വാങ്ങിയല്ല, പൊന്നാനിയിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് പറയുന്നത്. അങ്ങനെയാണോ പറയണേ? ആണോ? ഒന്ന് അടുത്തോട്ട് വന്നാലേ പറയൂ. യുവാക്കളെ പരീക്ഷിക്കുന്നതിന് പകരം ഈ കിളവന്മാരെ മാറി മാറി പരീക്ഷിക്കല്ലേ? അപ്പൊ ഉറപ്പല്ലേ യുവാക്കളല്ലേ കേരളത്തെ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ കേട്ടത് ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഇടതുപക്ഷമായി പാർലമെന്റിൽ മുഴങ്ങണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങി കോൺഗ്രസ് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കല്ലേ. ലീഗ് മാറൂല. ലീഗ് മാറാത്തോണ്ടാ, ലീഗിന് വേറെ എവിടെ മത്സരിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് മാറുന്നു. രക്ഷയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇതൊന്ന് പിടിച്ച് നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ മൈക്ക് പിടിച്ച് ഇനി റിപ്പോർട്ട് ചെയ്തോ. ഞാനും താഴെ ഇറങ്ങണം. ഒരു നിമിഷം സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ വസീഫായിട്ട് ഇറങ്ങാം. ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. നമ്മൾ രാജീവ് ഇവിടെ ഉണ്ട്. രാജീവ് ഒന്ന് പിടിച്ചേ. ഓക്കെ, ശരി. നമ്മൾ നേരെ താഴേക്ക് ചാടാൻ പോകുന്നു. ഇതൊരു സാഹസികമായ പണിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ചായ കുടിച്ചാലോ? കൊണ്ടോട്ടിയിൽ എവിടെ ചേട്ടാ നല്ല ചായ കിട്ടുന്ന സ്ഥലം? ഒരു ചായക്കട എവിടെയുള്ള? ഇവിടെ ഉണ്ട്, ചായക്കടയുണ്ട്. അപ്പൊ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ കുതിരയുമായിട്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ മണ്ഡലമാണ്. നാലാമത്തെ മണ്ഡലം കോട്ടയം, എറണാകുളം. കാണൂലല്ലോ ഇത്ര രാവിലെ. കോട്ടയത്തുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഇത്രയും ആവേശം ആദ്യമായിട്ടാണ്. ബസ് 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 ഓക്കെ, ഒരു മിനിറ്റ് വന്നോളാം. പക്ഷേ കൊണ്ടോട്ടിയിൽ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചൊരു ഘടകം എന്താ അറിയോ? രാവിലെ കൊണ്ടോട്ടി വളരെ സജീവവും. അപ്പൊ രാവിലെ വരുന്നവരില് ലീഗിന്റെയും രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ. ഈ CIT-കാര്, മറ്റു തൊഴിലാളികള്, അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായം. അതാണ് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. നമ്മൾ ഈ വണ്ടി ബ്ലോക്ക് ആക്കിക്കുക. അതാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം ആദ്യം തോന്നിക്കാണും. ഏതാണ് മലപ്പുറം അല്ലേ, മറിയുമോ, ഇവിടെ ജയിക്കുമോ, വസീഫ് എന്തിനാ അല്ലേ, അങ്ങനെ ഒരു സംശയം അരുണേട്ടന് ചിലപ്പോൾ ഉണ്ടാവും. 2004 മഞ്ചേരി ജയിപ്പിച്ചപ്പോ അതിനൊരു ആവർത്തനം ഉണ്ട്. 2004, 2024 20 വർഷം കറക്റ്റ്. 20 വർഷത്തിൽ എന്ത് തന്നെ ആയാലും ഒരു 20 വർഷത്തിനിടയിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കില്ലേ? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നല്ലൊരു ചെറുപ്പക്കാരൻ ചുറുചുറുക്കോടെ, ഒരു ചുറുചുറുക്കോടെ സുന്ദരനായ ഒരു ചുള്ളനായ വളരെ ആക്റ്റീവായ വസീഫ് വളരെ സജീവമായി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന നേതാവ്. ഞാൻ വരുന്നു.